ആമവാദത്തിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും പ്രധാനം മെഡിക്കൽ ട്രീറ്റ്മെന്റിനാണ്. സർജിക്കൽ ട്രീറ്റ്മെന്റിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പം പ്രൈമറിലി ആദ്യകാലത്തൊക്കെ ശരിക്കും നമ്മൾ പെയിൻ കില്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോങ് ടൈം ആയിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് വരുമ്പോൾ അതിന്റെ സൈഡ് ഇഫക്റ്റ് കാരണം നമുക്കത് അധികം ഉപയോഗിക്കാനും പറ്റില്ല. പലപ്പോഴും ജോയിന്റ് ഫിക്സിറ്റി മറ്റു പ്രോബ്ലം വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DMARDs എന്നുള്ള മെഡിസിൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റിറോയിഡ്സ് പോലെ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് ലൈറ്റ് പെയിൻ കില്ലേഴ്സ് കൊടുത്തു നോക്കും. അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ സ്റ്റിറോയിഡ്സ് കൊടുത്തു നോക്കും. സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള പെയിനും ഇൻഫ്ലമേഷനും എല്ലാം കുറയ്ക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്ന മരുന്നുകളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ട് വന്നതാണ് DMARDs എന്ന് പറയുന്നത്, ഡിസീസ് മോഡിഫയിങ് ഏജൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പിന്നെ ലേറ്റസ്റ്റ് വേർഷൻസിൽ വന്നിരിക്കുന്നതാണ് ബയോളജിക്സ് എന്ന് പറയും. അപ്പൊ ബയോളജിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇവൻ ലേറ്റസ്റ്റ് മെഡിസിൻസ് ഒക്കെ ചിലതൊക്കെ ആണെങ്കിൽ ഇഞ്ചക്ഷന് തന്നെ 20,000 50,000 അങ്ങനത്തെ മെഡിസിൻസ് ആണ് ബയോളജിക്കൽസ് എന്ന് പറഞ്ഞത്. പക്ഷെ കുറച്ച് നാളായി അതിന്റെ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ കോസ്റ്റ് കുറഞ്ഞു വരും. അങ്ങനെ ഇപ്പം ധാരാളം മരുന്നുകളുണ്ട്. ഒരു 2 or 3 months റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് പുതിയ മരുന്നുകൾ വരുന്നുണ്ടെന്നുള്ളത് ആണ് ഒത്തിരി രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ളത്.